വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്റ്റാറി സിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം ഫാമിലി എല്ലാവരുമായിട്ടൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. ഒരു ഷോപ്പിംഗ് ബ്ലോഗ് എന്താണെന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ ഒരു കൊച്ചു ഗെറ്റ് റെഡി വിത്ത് അസ് അതും കൂടെ കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ കാണാം. അപ്പോൾ നമുക്ക് ഒരുങ്ങി തുടങ്ങിയാലോ. ഫസ്റ്റ് തന്നെ നമ്മൾ സൺസ്ക്രീം ഇടുക, പിന്നെ നമുക്കിനി ഐലൈനർ ഇടണം, ലിപ്സ്റ്റിക് ഇടണം. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടാലോ. അപ്പോൾ ചടപടയിൽ നിന്ന് ലിപ് ലൈനറൊക്കെ വരച്ച് കൊടുത്ത് ഇനി നമുക്ക് ലിപ്സ്റ്റിക്കോടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഐലൈനറോട് ഇട്ട് കൊടുത്ത് ഐലൈനർ പിന്നെ ക്യാമറയിൽ നിന്ന് എഴുതിയില്ല, വെറുതെ കോളാക്കണ്ടെന്ന് വിചാരിച്ച്. പിന്നെ മുടി എങ്ങനെ കിട്ടണമെന്ന് ഇങ്ങനെയൊക്കെ നോക്കി ആദ്യം അഴിച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ മഴയായതുകൊണ്ട് എന്തായാലും കെട്ടി തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പറഞ്ഞു. ഞാനിതാ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മിനിറ്റ് കണ്ണാടി വെക്കാൻ മറന്നുപോയി. ഇതാ കണ്ണാടിയും കൂടെ വെച്ചപ്പം ഞാൻ കംപ്ലീറ്റ് ആയി ഒരുങ്ങി കഴിഞ്ഞ്. പിന്നെ ചുമ്മാ ഞാൻ ഇട്ടേക്കുന്ന കമ്മലും വാച്ചും അതൊക്കെ ഒന്ന് ചുമ്മാ വീഡിയോയിലെടുത്ത്. അപ്പം ഞാനിതാ ഒരുങ്ങി കഴിഞ്ഞ് ഇനി നമ്മുടെ സിബു ഒരുങ്ങാൻ വരുവാണേ. അപ്പോൾ ഷെയർ ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഊഴമായിരുന്നു. ഞാൻ അങ്ങനെ സൺസ്ക്രീം എടുത്ത് വാരി പൊത്തുകയായിരുന്നു. പിന്നെ സൺസ്ക്രീം എനിക്ക് എപ്പോഴും ഒരു കോട്ട് മാത്രം ഇട്ടാൽ പോരാ, അത് കഴിഞ്ഞ് ഒന്നും കൂടെ ഒരു കോട്ട് ഇട്ടില്ലെങ്കിൽ എനിക്കൊരു മനസ്സിന് തൃപ്തി വരത്തില്ല. അതുകൊണ്ട് ആദ്യത്തെ കോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും കുറച്ചെടുത്ത് വാരി പൊത്തുന്നുണ്ട്. സൺസ്ക്രീം ഇല്ലാതെ വേറൊരു പരിപാടി ഇല്ലെന്ന് തന്നെ പറയാം. സൺസ്ക്രീമിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ ഐലൈനർ എഴുതി. പിന്നെ ഐലൈനർ ഫോണിൽ നോക്കി എഴുതാൻ നമുക്ക് ഒട്ടും സെറ്റ് ആവത്തില്ല, അതുകൊണ്ട് തന്നെ അല്ലാതെ എഴുതി. പിന്നെ അതിനുശേഷം അറിയാമല്ലോ, നമ്മളെ അറിയാവുന്നവർക്ക് പണ്ടേ അറിയാം, ലിപ്സ്റ്റിക് ഇല്ലാതൊരു പരിപാടിയില്ല. അപ്പോൾ ആദ്യം തന്നെ ലിപ് ലൈനർ വെച്ച് ലിപ്പൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു. പിന്നെ അതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ഇടുകയാണ്. ഓക്കെ, നമ്മുടെ ലിപ്സ്റ്റിക് ഇടൽ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനിങ്ങനെ വാച്ചൊക്കെ നോക്കുകയാണ് ഏത് വാച്ച് ഇടണം എന്നുള്ളത്. പിന്നെ അതിന് ശേഷം പൊട്ട് വെച്ച് പിന്നെ കമ്മലിട്ടു. പിന്നെ നമ്മൾ സെറ്റായി റെഡിയായി. എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴാണ് അദാരുണ്യമായ കാര്യം സംഭവിച്ചത്. ബാഗിൻ്റെ സിപ്പ് പോയി. പപ്പ ബാഗ് എങ്ങനെയൊക്കെ സെറ്റാക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. പിന്നെ വേറൊരു ബാഗ് ഇട്ട് ഞങ്ങളങ്ങ് യാത്രയായി. അപ്പോൾ ഗേയ്സ്, ഇനി ഞങ്ങൾ പോവാൻ പോവുകയാണ്. എല്ലാവരും റെഡിയായി. ബൈ ബൈ. രണ്ടൊരു മാച്ച് ആൻഡ് മാച്ച് ഡ്രസ്സാണ് ഞങ്ങളുടേത്, പക്ഷെ മാച്ചല്ല. ഞാൻ പച്ചയും ഇവിടെ ബ്രൗണുമാണ്. മമ്മി പപ്പ റോസാണ്. നമ്മൾ സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോഴത്തേക്കും പേജ് മഴ. പിന്നെ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. പപ്പയും മമ്മയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ പറയുമായിരുന്നു. അതുപോലെ തന്നെ അവരുടേതായ സംസാരം. ഞങ്ങളവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന, വീഡിയോ എടുക്കുന്ന, അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കാര്യങ്ങൾ. അങ്ങനെ പിന്നെ ഞങ്ങൾ മഴ തോരാൻ വേണ്ടി കുറച്ച് നേരം അവിടെ നിൽക്കുകയായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ കയറി ചിടപടിയിൽ നിന്ന് കിട്ടി. എവിടാണെന്നല്ലേ, QRSൽ നമ്മളൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവാം. എന്താണ് സാധനം എന്നൊക്കെ ഉള്ളത് കണ്ടോളൂ. അങ്ങനെ ഞങ്ങൾ QRSൻ്റെ അകത്തേക്ക് കയറി. ഇനി ഞങ്ങൾ വാങ്ങാൻ പോകുന്ന സാധനത്തിനടുത്തേക്ക് പോവാം. എന്താണെന്ന് വാങ്ങുന്നതല്ലേ, ഞങ്ങളൊരു ഫാൻ വാങ്ങാനാണ് പോകുന്നത്. ഞങ്ങളുടെ ഒരു റൂമിലെ ഫാൻ കേടായി. അപ്പം ഞങ്ങളങ്ങ് വാങ്ങിച്ചു കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ മമ്മിയും പപ്പ ചെയ്താ അവരോരോ ഫാൻ ഇങ്ങനെ നോക്കുക. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതാണെന്നറിയുമോ? ക്രോംപ്റ്റൺ. അവർക്കപ്പം ക്രോംപ്റ്റൺ വിട്ടിട്ടൊരു കളിയില്ലേ. വേറെ ഏതൊക്കെയോ ആ ചേച്ചി എടുത്ത് കാണിക്കുന്നുണ്ട്. വേണ്ട, അവർക്ക് ക്രോംപ്റ്റൺ തന്നെ മതി. പിന്നെ ഞങ്ങൾ ഇതിൽ വലിയ കാര്യത്തിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ലാത്തതുകൊണ്ട് അവർ തന്നെ ഡിസൈഡ് ചെയ്തിട്ടെന്ന് ഞങ്ങളും വിചാരിച്ചു. ഞങ്ങൾ പിന്നെ ചുമ്മാ ഇരുന്ന് അവിടെ നിന്ന് ഓരോ വീഡിയോസും ഫോട്ടോസും എടുക്കുന്ന പരിപാടിയിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ചേച്ചിയാണെങ്കിൽ പുതിയ ബ്രാൻഡിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷെ മമ്മിയും പപ്പയും അവർ തീരുമാനിച്ച് അത് തന്നെ സെലക്ട് ചെയ്തു. പിന്നെ മമ്മിക്കാണെങ്കിൽ കുറച്ച് കിച്ചണിലേക്ക് വേണ്ട ഐറ്റംസ് നോക്കണമായിരുന്നു. ഒരു പാൻ വാങ്ങാനുണ്ടായിരുന്നു, അതിൻ്റെ സെർച്ചിങ് ആയിരുന്നു പിന്നെ ഇവിടെ നടന്നത്. പിന്നെ മമ്മി ഇങ്ങനെ ഓരോ പാനൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു, ഏതാണ് നല്ലത്, അങ്ങനെ അതിൻ്റേതായ എന്തൊക്കെയോ സെർച്ചിങ്ങിലായിരുന്നു മമ്മി അവിടെ. ആ സമയം കൊണ്ട് ഞങ്ങൾ വീണ്ടും അങ്ങോട്ടൊക്കെ വേറെ ഐറ്റംസൊക്കെ എത്തപ്പുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് 2 ബോട്ടിൽ വാങ്ങണമായിരുന്നു. ഞങ്ങളങ്ങനെ ബോട്ടിൽ സെക്ഷനിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കുകയായിരുന്നു ഏത് ബോട്ടിൽ വേണം. അത് കഴിഞ്ഞ് ചപ്പാത്തി മേക്കർ സെക്ഷനിലോട്ട് പോയി. എനിക്ക് തോന്നി ഇവർ രണ്ടും ഇന്ന് ഇവിടുന്ന് ചപ്പാത്തി ഉണ്ടാക്കും എന്നാണ് തോന്നുന്നത്. വളരെ കാര്യമായി എന്തൊക്കെയോ പരുതുകയും നോക്കുകയാണവർ. ആ സെക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ മമ്മിയെടുത്തോട്ട് ക്യാമറയും കൊണ്ടുപോയി. എനിക്കറിയത്തില്ല, ഇവിടെ ഞാൻ ചോദിച്ചു ബാക്കി എല്ലാവരും ഓരോ അപ്ലയൻസിൻ്റെ പുറകിലാണ്. ഞാനിങ്ങനെ ഫോണും വീഡിയോ എടുത്ത് നടക്കുകയാണ്. മമ്മിയാണെങ്കിൽ സ്റ്റൗവിനെ വിടുന്നില്ല, സ്റ്റൗവിനെ പറ്റി എന്തൊക്കെയോ പറയുന്നു. കണ്ടോ, എൻ്റെ വീഡിയോ എൻ്റെ ഇടയിൽ അവളെടുത്തതാണ്. അപ്പോൾ എല്ലാം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരിങ്ങനെ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോകാൻ വേണ്ടി ഓരോന്ന് നോക്കുകയാണ്. എന്തൊക്കെയോ ഫില്ല് ചെയ്യുകയാണ് പപ്പ വാങ്ങിച്ച സാധനങ്ങളുടെയൊക്കെ. അപ്പോൾ ആ പരിപാടിയാണ് നടക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയോ എഴുതണം. പപ്പ കാര്യമായിട്ട് എഴുതുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ വീണ്ടും വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പപ്പയുടെ പേരൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുകയാണ്.
അപ്പോഴാണ് ഞങ്ങളുടെ കുക്കിംഗ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനം ഞങ്ങൾ കണ്ടത്. വേറൊന്നുമല്ല, ഞങ്ങളുടെ ചോപ്പറാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ സവോള അരിയാൻ വേണ്ടി ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കാണുന്ന മഹത് വ്യക്തി. പിന്നെ നമ്മൾ വാങ്ങിയ സാധനം എല്ലാം പാക്ക് ചെയ്തെടുക്കുമായിരുന്നു. പിന്നെ പരസ്പരം ചുമ്മാ വീഡിയോ എടുത്ത് ഇങ്ങനെ കളിക്കുന്ന ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് ഇറങ്ങി നടക്കുകയാണ്. പിന്നെ നമ്മുടെ മമ്മിക്ക് മെഷീന് കുറച്ച് എക്യുപ്മെൻറ്റ്സ് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അടുത്തുള്ളൊരു മെഷീൻ്റെ കടയിൽ കയറി. ഞങ്ങളുടെ ഡ്രസ്സും അതേപോലെ മമ്മിയുടെ ബ്ലൗസൊക്കെ മമ്മി തന്നെയാണ് തയ്ക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ളൊരു ബേക്കറി ഉണ്ടായിരുന്നു. 4 പേരും കൂടെ വന്നേല്ലേ, എന്തായാലും വന്ന സ്ഥിതിക്ക് വല്ലതും കഴിച്ചിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഫുഡ് മുഖ്യം വയ്ക്കില്ലേ. അങ്ങനെ ഞങ്ങൾ കടയിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഫുഡ് ഇപ്പം വരും. ഫുഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്നാക്സ് ഐറ്റം. ഞാനൊരു പേസ്ട്രിയുടെ പീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പയും മമ്മിയും കുറച്ച് ക്യൂട്ട് വീഡിയോസും ഫോട്ടോസും അവർ പിന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതാ ഞാനപ്പോൾ എൻ്റെ പേസ്ട്രി ഒന്ന് സൂം ചെയ്തെടുക്കുവാണേ. അപ്പം മമ്മി എനിക്കിന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് നീട്ടി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. 2 കട്ട്ലേറ്റും ഒരു സാൻഡ്വിച്ചും ബർഗറും മീറ്റ് റോളും. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ചത്. കൂടാതെ പിന്നെ ചായയും വാങ്ങിച്ചിട്ടുണ്ട്. എത്ര പറഞ്ഞാലും ഞങ്ങൾ 4 പേരും ഇങ്ങനെ പുറത്തുപോയി. പുറത്തൊന്നും അല്ല കേട്ടോ, വീട്ടിലാണെങ്കിലും ഒരുമിച്ച് ഇങ്ങനെ പോകുന്നതും വരുന്നതും ഒക്കെ ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക്. ഞങ്ങളങ്ങ് ഞങ്ങളുടെ ലോകത്തങ്ങ് ജീവിക്കുക. പിന്നെ ഞങ്ങളുടെ വീഡിയോ സ്ഥലം കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും, ഞങ്ങൾ എപ്പം പുറത്തു പോയാലും പല പല ഐറ്റംസ് ആയിരിക്കും വാങ്ങുന്നത്. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് ഷെയർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് വേസ്റ്റ് ആവത്തുമില്ല, 4 പേർ വയറും നിറയുകയും ചെയ്യും. പിന്നെ നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് കൈ വാഷ് ചെയ്തതിന് ശേഷം മമ്മി ഇങ്ങനെ വെള്ളം എടുക്കുകയാണ്. മമ്മി വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് മമ്മി ഞങ്ങളോടും ചോദിക്കുന്നുണ്ട് വെള്ളമൊക്കെ വേണമെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങളും കുറച്ച് വെള്ളമൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടി ഷോപ്പിംഗ് ഡേ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ വീട്ടിലോട്ട് കയറാൻ വേണ്ടി ബസ് കയറിയിരിക്കുകയാണ്. ഞങ്ങൾ 3 ഒരുമിച്ചാണ് ഇരുന്നത്. പപ്പ തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു സീറ്റിലാണ്. അപ്പം പപ്പയെ നമുക്കിനി കാണാം. ഓക്കെ, ഞങ്ങളപ്പം വീട്ടിൽ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വിയർക്കാതെ തിരിച്ചെത്തുന്നത്. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് പുറത്തെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. Starry Sisters signing off.